ഫൈവ്കോ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് എന്നുള്ള സബ്ജക്റ്റാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. പ്രത്യേകിച്ച് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ഉൾപ്പെടെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയേണ്ട ഒരു കൺസെപ്റ്റാണ് ബാങ്കിങ് എന്നുള്ളത്. നമ്മൾ 3 കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം. ബാങ്കിങ്, കമ്പനീസ്, ഇങ്ങനെ 3 കൺസെപ്റ്റിലാണ് അറിയപ്പെടുന്നത്. ഇതിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ പൊതുവായിട്ട് അറിയപ്പെടുന്ന പേരാണ് ബാങ്ക് എന്നുള്ളത്. ഒരു സ്ഥാപനം, ഒരു സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ പറയുന്ന പേരാണ് ബാങ്ക് എന്നുള്ളത്. അത് ബാങ്ക് എന്ന് വിളിക്കാം. ചില സമയങ്ങളിലൊക്കെ ബാങ്കർ എന്ന് പറയുന്ന വാചകം കൂടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ബാങ്ക് എന്ന് ഉപയോഗിക്കാം. സംടൈംസ് വി യൂസ് ആസ് ബാങ്കർ എന്നുള്ള കൺസെപ്റ്റ്. സോ ഇറ്റ് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ which accepting deposit from the public and lending loan and other monies to the public we called as bank. അവർ ചെയ്യുന്ന ബിസിനസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാങ്കിങ്. ബാങ്ക് ചെയ്യുന്ന ബിസിനസ്സിനെ, ബാങ്ക് ഡൂയിങ് ബിസിനസ് വി കോൾഡ് ആസ് ബാങ്കിങ്. സോ ബാങ്ക് എന്താണെന്ന് പഠിച്ചു. ബാങ്ക് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്കിങ് മീൻസ് ഡൂയിങ് ബിസിനസ്. That bank doing business called banking. Banking companies means which is prescribed on the basis of act. പ്രത്യേകിച്ച് നമുക്കറിയാം ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഉൾപ്പെടെയുള്ള ആക്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ ബാങ്കുകളെ പറയുന്ന പേര് ബാങ്കിങ് കമ്പനീസ് എന്നാണ് ആക്ടിൻ്റെ ബേസിസ്. അപ്പോൾ പണ്ട് അറിയപ്പെട്ടിരുന്ന പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ബാങ്കാണ്. ഇറ്റ് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക് ആൻഡ് ലെൻഡിങ്. അവരെ കയ്യിൽ നിന്ന് വാങ്ങുകയും അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ സ്ഥാപനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാങ്ക്. അവർ ചെയ്യുന്ന ബിസിനസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാങ്കിങ്. അത് നടത്തുന്ന സ്ഥാപനങ്ങളെ ഇപ്പോഴത്തെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം പൊതുവായിട്ട് വിളിക്കുന്ന പേരാണ് ബാങ്കിങ് കമ്പനീസ് എന്നുള്ളത്. ഈ കാര്യമാണ് 3ആയിട്ട് പരിശോധിക്കേണ്ടത്. അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞാലും ബാങ്കിങ് എന്ന് പറഞ്ഞാലും ബാങ്കിങ് ബിസിനസ് എന്ന് പറഞ്ഞാലും ബാങ്കിങ് കമ്പനീസ് എന്ന് പറഞ്ഞാലും ബാങ്കർ എന്ന് പറഞ്ഞാലും ചെറിയ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. പക്ഷെ കോമൺലി നമ്മൾ പറയണേ ഒക്കെ ബാങ്കുകളാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇനി എന്താണ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ വാങ്ങിക്കുക. ഏതൊക്കെ പേരിൽ? കറണ്ട് ഡെപ്പോസിറ്റ്, അതേപോലെ കറണ്ട് ഡെപ്പോസിറ്റ്, അടുത്ത ഡെപ്പോസിറ്റ് നമ്മൾ പറയുന്ന പേര് ഫിക്സഡ് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, അതേപോലെ സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ പേരിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുകയും അത് ജനങ്ങൾക്ക് ലോണുകൾ ഉൾപ്പെടെയുള്ള ഫണ്ടുകളായിട്ട് തിരിച്ചു കൊടുക്കുന്ന സ്ഥാപനത്തെ പൊതുവായിട്ട് പറയുന്ന പേരാണ് ബാങ്ക്. അപ്പോൾ സാമ്പത്തികമാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ള കാര്യം ഉറപ്പ്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് FD, കറണ്ട് ഡെപ്പോസിറ്റ്, സേവിങ്സ്, റിക്കറിംഗ് എന്ന പേരിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കുകയും അവർക്ക് ആവശ്യമാകുമ്പോൾ ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം, അല്ലെങ്കിൽ ചെക്ക്, പേ ഇൻ സ്ലിപ്പ്, അങ്ങനെ പല രീതിയിലും ഫണ്ട് പിൻവലിക്കാവുന്ന സംവിധാനത്തെ നമ്മൾ ഉപയോഗിക്കുന്ന പേരാണ് ബാങ്ക് എന്നുള്ളത്. ഒറിജിൻ ഓഫ് ദി വേർഡ് ബാങ്ക്. ബാങ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ഇറ്റാലിയൻ വേർഡ് ബാൻകോ. ഇറ്റാലിയൻ വേർഡ് ബാൻകോ എന്നാണ് ബാങ്ക് എന്ന് പറയുന്ന വാചകം വന്നത്. ഇറ്റാലിയൻ, നമുക്കറിയാം പല വാചകങ്ങളുടെയും കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റാലിയൻ വാചകമാണ്. ദാറ്റ് ഈസ് ബാൻകോ. ബാൻകോ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്നാണ് ബാങ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വിച്ച് മീൻസ് എ ഹെയ്പ് ഓർ എ മൗത്ത്. കുമിഞ്ഞുകൂടി കിടക്കുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് വരുന്ന, അടിഞ്ഞുകൂടുന്ന, കനം കൂടുന്നതിനൊക്കെ നമുക്ക് ബാങ്ക് എന്ന് പറയാം. പണത്തിൻ്റെ ഒരു കുമിഞ്ഞുകൂടലാണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനും ആ രാജ്യത്തിൻ്റെ കൺട്രോളിനും ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ബാങ്കാണ്.
അപ്പം നമുക്കറിയാം ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണ്? ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അറിയാത്തവർ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമനാണ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി. ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നിർമ്മല സീതാരാമൻ. ഇപ്പോൾ രാജ്യത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതും പ്രധാനപ്പെട്ട പോളിസികൾ അനൗൺസ് ചെയ്യുന്നതൊക്കെ നിർമ്മല സീതാരാമനാണ്. ഒരു സഹമന്ത്രിയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുന്നത്തെ ക്രിക്കറ്റ് ബോർഡ് കൺട്രോളിൻ്റെ സെക്രട്ടറി കൂടിയായ അനുരാഗ് ഠാക്കൂർ. അനുരാഗ് ഠാക്കൂർ ആണ് പുതിയ ധനകാര്യ വകുപ്പ് സഹമന്ത്രി. അനുരാഗ് ഠാക്കൂർ ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവരാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക നയം പോളിസി പ്രഖ്യാപിക്കുക. എക്കണോമിക് പോളിസി, ഇന്ത്യൻ എക്കണോമിക് പോളിസി പ്രഖ്യാപിക്കാനുള്ള ഏറ്റവും അധികാരം എന്ന് പറയുന്നത് ധനകാര്യമന്ത്രിക്കാണ്. നമുക്കറിയാം ഇന്ത്യൻ എക്കോണമിയുടെ പിതാവ് എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ എക്കോണമിയുടെ പിതാവ് എന്ന് പറയുന്നത് ദാദാഭായ് നവറോജി ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇന്ത്യൻ എക്കോണമിയുടെ പിതാവ് ദാദാഭായ് നവറോജിയാണ്. നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തികളൊക്കെ നമുക്കറിയാം. ഇന്ത്യയുടെ ഇപ്പോൾ ധനകാര്യമന്ത്രിയൊക്കെ അറിയാം. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയിൽ എക്കണോമിക് കൺട്രോൾ, രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കൈകാര്യം ചെയ്യാനുള്ള അധികാരം RBIക്കാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണ്? രാജ്യത്തിൻ്റെ സാമ്പത്തിക നയം പ്രഖ്യാപിക്കാനും കാര്യങ്ങൾ പറയാനും ഒക്കെ അധികാരം കേന്ദ്ര ധനകാര്യമന്ത്രിക്കാണ്. ഇപ്പോഴത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, സഹമന്ത്രി അനുരാഗ് ഠാക്കൂർ, നമുക്ക് ഓൾറെഡി അറിയാം. ദെൻ അതേപോലെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനം, രാജ്യത്തിൻ്റെ സാമ്പത്തിക കൺട്രോളിൻ്റെ പൂർണ്ണമായ അധികാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. അപ്പോൾ നമ്മോട് ചോദിക്കും, ആരാണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ? ആരാണ് റിസർവ് ബാങ്ക് ഗവർണർ? നമുക്ക് തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള വളരെ ഫേമസ് ആയ സാമ്പത്തിക വിദഗ്ധനല്ലാത്ത ഒരാളാണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. മുന്നേ പറഞ്ഞിട്ടുണ്ട്, റിസർവ് ബാങ്ക് ഗവർണറും കേന്ദ്ര ധനകാര്യമന്ത്രിയും കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയും ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുമായ ഏക വ്യക്തി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ജസ്റ്റ് സൂചിപ്പിച്ചു. ശക്തികാന്ത് ദാസാണ് റിസർവ് ബാങ്ക് ഗവർണർ. മറക്കരുത്, റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറഞ്ഞാൽ ശക്തികാന്ത് ദാസ്, തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തിയാണ്. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ ഇപ്പം നോക്കേണ്ടത്, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, സാമ്പത്തിക നയമൊക്കെ പ്രഖ്യാപിക്കാനുള്ള അധികാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഗവർണർ ഇൻട്രസ്റ്റ്, പലിശയുടെ റേറ്റും പലിശയുടെ നയവും പലിശയുടെ പ്രഖ്യാപനവും പലിശയുടെ വ്യതിയാനവും പലിശയുടെ വ്യത്യാസവും ഒക്കെ അർദ്ധവാർഷികവും പാദവാർഷികവുമായിട്ട് പ്രഖ്യാപിക്കാനുള്ള അധികാരം റിസർവ് ബാങ്ക് ഗവർണർക്ക് വന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കണക്ക് കൂട്ടേണ്ടത്. പറഞ്ഞു മാത്രം. നമ്മുടെ രാജ്യത്തിൻ്റെ ചീഫ് റെഗുലേറ്റർ, അതായത് നമുക്കറിയാം റെഗുലേറ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചീഫ് റെഗുലേറ്റർ ഓഫ് ബാങ്കിങ് ആൻഡ് എക്കണോമിക് സിസ്റ്റം ഓഫ് ദി നേഷൻ ഈസ് RBI. നമ്മുടെ രാജ്യത്തിൻ്റെ ചീഫ് റെഗുലേറ്റർ ആൻഡ് അപെക്സ് ബോഡി ഓഫ് കൊമേഴ്സ്യൽ ആൻഡ് ബാങ്കിങ് ബിസിനസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഒരു ഡൗട്ടും വേണ്ട, രാജ്യത്തിൻ്റെ റെഗുലേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ കൊമേഴ്സ്യൽ ഉൾപ്പെടെയുള്ള ബാങ്കിങ് ബിസിനസ്സുകളുടെ, നോൺ ബാങ്കിങ് ബിസിനസ്, അങ്ങനെയുള്ള ബാങ്കിങ് എല്ലാ സംവിധാനങ്ങളുടെയും അപെക്സ് ബോഡി, അപെക്സ് എന്ന് പറഞ്ഞ തലപ്പത്തിരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും എന്നുള്ളത് ജസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപെക്സ് ബോഡി ഓഫ് ബാങ്കിങ് ബിസിനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ട് നിങ്ങൾ വിചാരിക്കരുത്, ഒറ്റയടിക്ക് മറുപടി പറയണം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അത് കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ആണെങ്കിലും കോപ്പറേറ്റീവ് ബാങ്ക് സംവിധാനങ്ങളാണെങ്കിലും അതുമാതിരി NBFC ഉൾപ്പെടെയുള്ള അതിൻ്റെ അപെക്സ് ബോഡി എന്ന് പറയുന്നത്. അതേപോലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, IDBI, നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്ന ഒരു വാചകമാണ് IDBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് ദ അപെക്സ് ബോഡി ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. വ്യവസായത്തിൻ്റെ അപെക്സ് ബോഡി എന്ന് പറയുന്നത്
ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വ്യവസായത്തിൻ്റെ അപെക്സ് ബോഡി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, അപെക്സ് ബോഡി. ദെൻ ഇനി നമ്മൾ നോക്കേണ്ടത്, അടുത്തതായിട്ട് നമ്മൾ പറയേണ്ടത്, അപ്പോൾ പരീക്ഷയിൽ ചോദിക്കാം, ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ അപെക്സ് ബോഡി, ഇൻഡസ്ട്രിയൽ സെക്ടറിന് സാമ്പത്തിക സഹായം ചെയ്യുന്നതിൻ്റെ അപെക്സ് ബോഡി ആരായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദർ ഈസ് നോ ഡൗട്ട്. അടുത്തത് വരും നമുക്ക് നബാർഡ്. നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, വി കോൾഡ് ആസ് നബാർഡ്. National Bank for Agricultural and Rural Development, we called as NABARD. It is the apex body in agricultural and rural sector. നമ്മുടെ രാജ്യത്തിൻ്റെ കാർഷിക ഗ്രാമീണ മേഖലയുടെ അപെക്സ് ബോഡി എന്ന് പറയുന്നത് നബാർഡാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നബാർഡ് ഈസ് അപെക്സ് ബോഡി ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ സെക്ടർ. ഇനി ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ അപെക്സ് ബോഡി, കയറ്റ് ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ അപെക്സ് ബോഡി എന്ന് പറഞ്ഞാൽ എക്സിം ആണ്. എക്സിം ബാങ്ക്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. ആ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ രാജ്യത്തിൽ ഇൻ്റർനാഷണൽ ട്രേഡിങ്ങിൻ്റെ, ഇൻ്റർനാഷണൽ ബാങ്കിങ്ങിൻ്റെ ഒക്കെ അപെക്സ് ബോഡി എന്ന് പറയുന്നത് എക്സിം ബാങ്ക് ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ ഹൗസിംഗ് കൺസ്ട്രക്ഷൻ്റെ അപെക്സ് ബോഡി NHB, നാഷണൽ ഹൗസിംഗ് ബാങ്ക്. നോട്ട് ചെയ്ത് വെച്ചോളണം, നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപെക്സ് ബോഡി ഓഫ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ. ഹൗസ് കൺസ്ട്രക്ഷൻ്റെ അപെക്സ് ബോഡി എന്ന് പറയുന്നത് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണ്, തെറ്റരുത്, നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണ്. ഇനി എന്താണ് ഫങ്ഷൻസ് ഓഫ് ബാങ്കിങ്? ബാങ്കിങ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത് നമ്മൾ പറയുന്നത് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങുക, ജനങ്ങളുടെ കയ്യിൽ നിന്ന് എക്സസ് വരുന്ന, അവർ സേഫ്റ്റി ആയിട്ട് സൂക്ഷിക്കാൻ എന്താ പറയുക ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് പലിശ കിട്ടുമെന്ന് ഉറപ്പുള്ള ഫണ്ടുകൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുക. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക് എന്നുള്ളതാണ് ബാങ്കിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ ഏതൊക്കെ ഡെപ്പോസിറ്റ് വരിക? ഫിക്സഡ് ഡെപ്പോസിറ്റ്, നമ്മൾ പറയുന്നത് ഫിക്സഡ് അക്കൗണ്ട് എന്ന പേരിൽ അറിയപ്പെടും, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന പേരിൽ അറിയാം. ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതേപോലെ കറണ്ട് ഡെപ്പോസിറ്റ്, മൂന്നാമത്തെ റിക്കറിംഗ് ഡെപ്പോസിറ്റ്, നാലാമത്തെ സേവിങ്സ് ഡെപ്പോസിറ്റ്. ഇങ്ങനെയുള്ള ഡെപ്പോസിറ്റ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് സ്വരൂപിക്കൽ ബാങ്കിങ് ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആയിട്ട് നമുക്ക് കണക്കൂട്ടാം. ആൻഡ് അഡ്വാൻസസ് ലോൺസ് ടു ദം, അവർക്ക് ആവശ്യമുള്ള ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക. അത് ഷോർട്ട് ടേം ആകാം, മീഡിയം ടേം ആകാം, ലോങ് ടേം ആകാം. ജനങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് അവരുടെ ബാങ്കിങ് സംവിധാനത്തിന്, അവരുടെ ജീവിത നിലവാരത്തിന്, വീട് നിർമ്മാണത്തിന്, ബിസിനസ്സിന്, അതേപോലെ കൃഷിക്ക്, അങ്ങനെ പല മേഖലകളിലും ലോണുകൾ കൊടുക്കേണ്ട ഉത്തരവാദിത്തവും ബാങ്കിങ് ബിസിനസ്സിനുണ്ട്. സോ അഡ്വാൻസസ് ലോൺസ് ടു ദ പീപ്പിൾ ഓൺ ദി ബേസ് ഓഫ് ഷോർട്ട് ടേം, മീഡിയം ടേം ഓർ ലോങ് ടേം, അങ്ങനെ പല ബേസിസിലും കൊടുക്കേണ്ടതായിട്ട് സാധിക്കും. മൂന്നാമത്തെ വാചകം വന്നത് ഏജൻസി സർവീസ്. ഏജൻസി സർവീസ്, ഏജൻസി സർവീസ് എന്താ? പേയ്മെന്റ് ഓഫ് ഡിഫറെന്റ് ബിൽസ്. കസ്റ്റമറിന് വേണ്ടി കസ്റ്റമറിൻ്റെ ബില്ലടയ്ക്കേണ്ടത്, ലോൺ അടയ്ക്കേണ്ടത്, വാടക കൊടുക്കേണ്ടത്, നികുതി അടയ്ക്കേണ്ടത്, വാട്ടർ ബില്ല് അടയ്ക്കേണ്ടത്, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കേണ്ടത്, ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ ദ ബാങ്ക് ഈസ് ഡൺ എൻറ്റയർ സർവീസ് ആസ് എൻ ഏജന്റ്. ഒരു ഏജന്റിനെ പോലെ ബാങ്ക് എല്ലാ സർവീസുകളും ചെയ്യുകയാണെങ്കിൽ അതാണ് ഏജൻസി സർവീസ്. ഇപ്പോൾ ഞാൻ വിദേശത്താണ്, എൻ്റെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നു,
ആ വീടിൻ്റെ വാടക കളക്ട് ചെയ്യുന്നു, കറണ്ട് ബില്ല് അടയ്ക്കുന്നു, വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നു തുടങ്ങി ഞാൻ ആവശ്യപ്പെടുന്ന ബാങ്കിന് ചെയ്യാൻ പറ്റുന്നതുമായ എല്ലാ അവകാശങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഏജൻസി സർവീസ് എന്നുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഷെയർ പർച്ചേസിങ്, ഷെയർ സെയിൽസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ബാങ്ക് ചെയ്യും. പിന്നെ പറയുന്നത് അതർ സർവീസ്. പിന്നെ കസ്റ്റമേഴ്സിന് ഗുണകരമായ മറ്റു ഏത് സർവീസസുകളൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യേണ്ടത് ബാങ്കുകളാണ്. പിന്നെ കസ്റ്റമേഴ്സിന് ഗുണകരമായ മറ്റ് ഏത് സർവീസസുകളുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ബാങ്കിങ് സർവീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് പ്രത്യേകത. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മറ്റൊരു പേര് ബാങ്കിങ് കമ്പനീസ് ആക്ട്. നമുക്കത് നോക്കാം. ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949. നമുക്ക് പരീക്ഷയ്ക്ക് പലപ്പോഴും വൺ വേർഡ് പോലെ ചോദിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്ന് നിലവിൽ വന്നു എന്നതിന് ഒരൊറ്റ ആൻസർ ഉള്ളൂ, 1949. 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വന്നു. ആ ആക്ട് പാസ്സായതും 49 ആണ്. 1949 ആസ് ആക്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാസ്സാക്കി എന്ന് പറയാം. 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടപ്പാക്കിയത് അല്ലെങ്കിൽ പാസ്സാക്കിയത് എന്ന് പറയാം. പാസ്ഡ് ആൻഡ് കെയിം ഇൻ ടു ഫോഴ്സ്. അപ്പോൾ 1949 പാസ് ചെയ്തു, പാസ്ഡ്. ഓക്കെ, ഇറ്റ് ഈസ് കെയിം ഇൻ ടു ഫോഴ്സ്. കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്നാണ് രാജ്യത്ത് നടപ്പാക്കി തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16/3/1949 മാർച്ച് 16 49 വർഷം മാർച്ച് 16 എന്ത് നടപ്പാക്കി? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നടപ്പാക്കി എന്നുള്ളതാണ്. ഇനി അപ്പോൾ അന്ന് നടക്കുന്ന സമയത്ത് ഇതിൻ്റെ പേര് ശരിക്കും ബാങ്കിങ് റെഗുലേഷനേക്കാൾ ഉപരി ബാങ്കിങ് കമ്പനീസ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചത്. എന്നാൽ 1966 റീനെയിംഡ്, 1966 ഇവർ പേര് റീനെയിം ചെയ്തു. ആ പേര് റീനെയിം ചെയ്തപ്പോൾ അതിന് പറയുന്ന പേരാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. അതിന് പറയുന്ന പേരാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. അപ്പോൾ 1949 വന്നപ്പോൾ നമ്മൾ വിളിച്ച പേര് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു. 16/3/49 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടപ്പാക്കി, അതേ വർഷം തന്നെ പാസ്സാക്കി എന്നൊക്കെ പറഞ്ഞു. അതിന് പുതിയൊരു പേര് വന്ന 66 ബാങ്കിങ് റെഗുലേഷൻ്റെ ഒരു റീനെയിം അമേൻഡ് ചെയ്തപ്പോൾ റീനെയിം ചെയ്തു. ആ നെയിം ചെയ്തപ്പോൾ അതിന് പറയുന്ന പേര് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1966 എന്നാണ്. ഇത് വേറൊരു പ്രത്യേകത എന്താ? ഇതൊക്കെ അപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഇത് അപ്ലിക്കബിൾ ആക്കി. അത് 1965. 1965 നമ്മുടെ രാജ്യത്തുള്ള എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും കോപ്പറേറ്റീവ് ബാങ്കുകളും, അതായത് ധനകാര്യ മാനേജ്മെൻറ്റ് ബാങ്കിങ്ങിൻ്റെ ഒക്കെ സർവീസ് ചെയ്യുന്ന എല്ലാത്തിനെയും ഈ പറയുന്ന ആക്ടിന് കീഴിൽ കൊണ്ടുവന്നു. അത് 1965 ആണ് എന്നുള്ള കാര്യം മറക്കാനായിട്ട് പാടില്ല. ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ഈ പേര് കെയിം ഇൻ ടു ഫോഴ്സ് വന്നത്, ഈ അമേൻഡൊക്കെ അനുസരിച്ച് റീനെയിം വന്ന് കെയിം ഇൻ ടു ഫോഴ്സ് 1/3/1966. കെയിം ഇൻ ടു ഫോഴ്സ് 1/3/1966 ഇത് ഓൾറെഡി വന്നത് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ആ റീനെയിം ചെയ്തത് അമേൻഡ് ചെയ്തൊക്കെ 1966
അത് ഫോഴ്സായിട്ട് നിലവിൽ വന്നത് 13/1966 ആണ്. 65 മുതൽ തന്നെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള കോപ്പറേറ്റീവ് ബാങ്കുകളുടെ മേലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പരിപൂർണമായ അധികാരവും സംവിധാനവും ഉണ്ടായി എന്നുള്ളത് പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. ഇനി ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാർട്ട് 5 പ്രധാനപ്പെട്ടൊരു വാചകമാണ്. പാർട്ട് 5 പ്രകാരം, അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ പാർട്ട് 5 BR ആക്ട് സെഷൻ 56 പ്രകാരം ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകൾക്ക് ഈ ആക്ട് ബാധകമല്ല. ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകൾക്ക് ഈ ആക്ട് ബാധകമല്ല. ഏത്? പാർട്ട് 5 ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ സെഷൻ 56 പ്രകാരം ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകൾക്ക് BR ആക്ട് ബാധകമല്ല. BR ആക്ട് ബാധകമല്ല. അപ്പോൾ സെഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കണം 56 ആണ്. പാർട്ട് 5 ആണ് ആ കൺസെപ്റ്റ് കൊടുത്തിരിക്കുന്നത്. പാർട്ട് 5 സെഷൻ 56 അത് വ്യക്തമായിട്ട് പറയുന്നു ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകൾക്ക് ഇത് ബാധകമല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കണം, പാർട്ട് 5. ഇനി നമുക്ക് നോക്കേണ്ട അടുത്തൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു കൺസെപ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ സെഷനുകൾ ഞാൻ പറയാം. സെഷൻ 23 permission by RBI new place of banking business. അപ്പോൾ സെഷൻ 23 പ്രകാരം required to a bank to obtain a permission of RBI before opening a new place of business as per branch licensing policy May 1962. അപ്പോൾ അത് പ്രത്യേക ഒരു കാര്യമാണ്. ബ്രാഞ്ച് ലൈസൻസിങ് പോളിസി മെയ് 1962. മെയ് 1962 നിയമപ്രകാരം ഏതെങ്കിലും ബാങ്കുകൾക്ക് പുതിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ ആരംഭിക്കണമെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഏതിൻ്റെ പെർമിഷൻ വേണം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ വേണം. ആ പെർമിഷൻ വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള സെഷനെയാണ് നമ്മൾ സെഷൻ 23 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 23 bank will get permission by the Reserve Bank of India to open a new branch in new place under which policy? Branch licensing policy May 96 എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 1962. ഇനി 1995 1995 ബാങ്കിങ് ഓംബുഡ്സ്മാൻ നിലവിൽ വന്നു. 1995 ബാങ്കിങ് ഓംബുഡ്സ്മാൻ നിലവിൽ വന്നത്. എന്താ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് മേഖലയിലുള്ള എന്താ പറയുക പരാതികളും തർക്കങ്ങളും വിഷയങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു കമ്മീഷനാണ് ഓംബുഡ്സ്മാൻ. അത് നിലവിൽ വന്നത് 1995. ഏത് പ്രൊവിഷൻ പ്രകാരം? BR പ്രൊവിഷൻ, BR ആക്ട് പ്രൊവിഷൻ, BR ആക്ട് 1949. 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ഒരു പ്രൊവിഷൻ പ്രകാരം 95 ബാങ്കിങ് മേഖലയിലെ പ്രശ്നങ്ങളും തർക്കങ്ങളും മറ്റൊക്കെ പഠിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് പരിഹാരം കാണുന്നതിന് വേണ്ടി പരാതി നൽകുന്നതിന് വേണ്ടിയൊക്കെ ഒരു കമ്മീഷൻ വന്നു. ആ കമ്മീഷൻ്റെ പേര് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആണ്. ഏതോ പരീക്ഷയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. ഏത് വർഷമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ നിലവിൽ വന്നത്? 1995 ആണ്. ഇനി
സെഷൻ 24 പ്രകാരം പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ BR ആക്റ്റിൽ പറയുന്നു. BR ആക്റ്റിൽ സെഷൻ 24 പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നു. നിങ്ങൾക്കറിയാം, സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ട്. അപ്പോൾ അത് പ്രകാരമുള്ള ഒരു ലിക്വിഡിറ്റി റേഷ്യോ പറയുന്നത് ഈ സെഷൻ 24 പ്രകാരമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം. അപ്പോൾ ഇതാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട് നമുക്ക് നോക്കേണ്ടത്. അതിൽ പ്രധാനപ്പെട്ടത് ഓംബുഡ്സ്മാൻ ഉൾപ്പെടെയുള്ള വളരെ കുറച്ച് സെഷൻസേ ഉള്ളൂ. ആ സെഷൻസ് വളരെ ഭംഗിയായിട്ട് ഓർത്ത് വയ്ക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881. 1981 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് വന്നത്. നമ്മുടെ രാജ്യത്തെ മുദ്രപത്രം, ചെക്ക്, ബില്ല് അങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ കൈമാറ്റം ചെയ്യണം, എന്തൊക്കെയാണ് വ്യവസ്ഥ, എന്തൊക്കെയാണ് റൂൾസ്, റെഗുലേഷൻ, നിയമങ്ങൾ, കക്ഷികൾ, അധികാരങ്ങൾ, പെനാൽറ്റി, പണിഷ്മെൻറ്റ്, കുറ്റങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അടങ്ങിയ കൺസെപ്റ്റാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് നിലവിൽ വന്നത് 1881. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് വന്നത് 1881. ആക്ട് പാസ്സാക്കിയത് പാസ്ഡ് ബൈ പാർലമെൻറ്റ് 1881 ആക്ട്. ഇത് നമ്മൾ പറയുന്നത് ആക്ട് 26/1881 എന്നാണ് പറയാറ്. ഇത് കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നടപ്പാക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചത് 1/3/1882. 1881 നിയമം പാർലമെൻറ്റ് പാസ്സാക്കി, നിയമം പ്രാബല്യത്തിൽ വന്നു. ഗവൺമെൻറ് നടപ്പാക്കിയത് 1/3/1882 നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത് ഡ്രാഫ്റ്റഡ് ബൈ, ഈ നിയമം ഡ്രാഫ്റ്റഡ് ബൈ ആരാ ഡ്രാഫ്റ്റ് ചെയ്തത്? ഇന്ത്യൻ ലോ കമ്മീഷൻ. വ്യക്തമായിട്ട് പരീക്ഷയ്ക്ക് വരും. ആരാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഡ്രാഫ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ലോ കമ്മീഷനാണ് ഈ പറയുന്ന ആക്ട് ഡിസൈൻ ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്തത്, കേന്ദ്ര ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്തത് എന്ന് പറയേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. ഇനി ഈ ആക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കേണ്ട താഴെയുള്ള സെഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സെഷൻ 4. സെഷൻ 4 വരുന്നത് പ്രോമിസറി നോട്ട്. ഓർത്ത് വയ്ക്കണം, സെഷൻ 4 വരുന്നത് പ്രോമിസറി നോട്ട്. നമ്മൾ എന്നും കേട്ടിട്ടുള്ള ഒരു വാചകമാണ് പ്രോമിസറി നോട്ട്. പണത്തിൻ്റെ ഇടപാടുമായി ബന്ധപ്പെട്ട് എഴുതി വയ്ക്കുന്ന ഡോക്യുമെൻ്റാണ് പ്രോമിസറി നോട്ട്. ആ പ്രോമിസറി നോട്ടിൻ്റെ സെഷൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം വരുന്നത് സെഷൻ 4 പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ സെഷൻ 4 ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോമിസറി നോട്ട് ആക്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 ആണെന്ന് പറയാം. ഇനി സെഷൻ 5. സെഷൻ 5 വരുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. സെഷൻ 5 വരുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നമുക്കറിയാം, ബില്ലുകളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ വരുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. അത് സെഷൻ 5 ആണ്. അതിലാണ് ഡ്രോയി, അതുമാതിരി മെച്യൂരിറ്റി പീരീഡ്, മാക്സിമം പീരീഡ് 90+3 days അഡീഷണൽ, അങ്ങനെയുള്ള കുറേ നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ആക്ടിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി സെഷൻ 5 പ്രകാരം പറയുന്നത് ചെക്കിനെ കുറിച്ചാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ സെഷൻ 6 പറയുന്നത് എന്താ? ചെക്കുകളെ കുറിച്ചാണ്. നിങ്ങൾ ഒരുപാട് ചെക്കുകൾ, അക്കൗണ്ട് പേയി, ക്രോസ്, അങ്ങനെ കുറേ കേട്ടിട്ടുണ്ട്. ചെക്കുകളെ കുറിച്ച് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിലെ 6ാമത്തെ സെഷനാണ്. 8 പ്രകാരം ചെക്ക് ഹോൾഡറെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെ പറയുന്നു. ഹോൾഡർ 8 പ്രകാരമാണ്
ഹോൾഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 8 പ്രകാരം ഹോൾഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി അവർ പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റായിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നത്. ഇനി അടുത്തായിട്ട് നോക്കേണ്ടത് 14 സെഷൻ 14 പ്രകാരം നെഗോഷിയേഷൻ, പല നെഗോഷിയേഷൻസ് നടക്കുമല്ലോ. ആ നെഗോഷിയേഷൻസ് പറയുന്നത് സെഷൻ 14 പ്രകാരം. 15 പ്രകാരം എൻഡോഴ്സ്മെന്റ്, ചെക്കിൻ്റെ കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. 15 പ്രകാരം എൻഡോഴ്സ്മെന്റ്, നിങ്ങൾ ഓൾറെഡി ബികോമിന് പഠിച്ചിട്ടുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ എൻഡോഴ്സ്മെന്റും ചെക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ സെഷൻ നമുക്ക് പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കണം. സെഷൻ 15 എൻഡോഴ്സ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഇനി സെഷനേക്കാൾ ഉപരി ചാപ്റ്റർ 14 സോറി ചാപ്റ്റർ 14 19 ചാപ്റ്റർ ഇത് പ്രകാരം പറയുന്നത് ഏതായിരിക്കും? 15 ചാപ്റ്റർ 15 പ്രകാരം നമ്മളോട് പറയുന്നത് ഏതാ? 19 ചാപ്റ്റർ 19 പ്രകാരം പറയുന്നത് ക്രോസിംഗ് ആൻഡ് ഇഫക്റ്റ്. ക്രോസിംഗ് ആൻഡ് ഇഫക്റ്റ്, ചെക്കുകളുടെ മറ്റേ ക്രോസിങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരച്ച് എഴുതുന്നതിനെ കുറിച്ച് പറയുന്നത്. ഇത് നോട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. യെസ്, 15 ചാപ്റ്റർ 15 പ്രകാരം വളരെ വ്യക്തമായിട്ട് പറയുന്നു ക്രോസിംഗ് ആൻഡ് ഇഫക്റ്റ് എന്നുള്ളത് വാചകം. ഇനി സെഷൻ 11 പ്രകാരം പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, ബെയറർ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, ബെയറർ. ആരാണ് കൈവശം വയ്ക്കുന്നത് ചെക്കിൻ്റെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ബെയറുമായി ബന്ധപ്പെട്ട് 11 വളരെ വ്യക്തമായിട്ട് ശക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഇനി പറയുന്നത് 13 ഓർഡർ ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സെഷൻ 13 പറയുന്നു. 123 പറയുന്നത് ജനറൽ ക്രോസിംഗ്. 123 പറയുന്നത് ജനറൽ ക്രോസിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സെഷൻ 123 പറയുന്നു. 124 സ്പെഷ്യൽ ക്രോസിംഗ്. 124 സ്പെഷ്യൽ ക്രോസിംഗ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? 14 പ്രകാരം നെഗോഷിയേഷൻ, 15 പ്രകാരം എൻഡോഴ്സ്മെന്റ്, ദെൻ ചാപ്റ്റർ പ്രകാരം ക്രോസിംഗ് ആൻഡ് ഇഫക്റ്റ്, 11 പ്രകാരം സെഷൻ 11 പ്രകാരം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ബെയറർ, 13 പ്രകാരം ഓർഡർ ഇൻസ്ട്രുമെന്റ്, 123 പ്രകാരം ജനറൽ ക്രോസിംഗ് ആൻഡ് 124 പ്രകാരം സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ കൂടി ആക്റ്റിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ഇനി നമ്മൾ നോക്കേണ്ടത് സെഷൻ 131 131 സെഷൻ പ്രകാരം വളരെ വ്യക്തമായിട്ട് പറയുന്നത് പ്രൊട്ടക്ഷൻ ഫോർ കളക്റ്റിംഗ് ബാങ്കർ. പ്രൊട്ടക്ഷൻ ഫോർ കളക്റ്റിംഗ് ബാങ്കർ. പ്രൊട്ടക്ഷൻ ഫോർ കളക്റ്റിംഗ് ബാങ്കർ. സെഷൻ 131 പ്രകാരം പ്രൊട്ടക്ഷൻ ഫോർ കളക്റ്റിംഗ് ബാങ്കർ എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇനി ന്യൂ ചാപ്റ്റർ 17 പ്രകാരം വിത്ത് സെഷൻസ് 138 to 141. 138 മുതൽ 141 വരെയുള്ള സെഷൻസുകൾ പ്രതിപാദിക്കുന്നത് ചാപ്റ്റർ ഈ പറയുന്ന ചാപ്റ്ററിലാണ്. ഇത് ആഡ് ചെയ്തത് വാസ് ആഡഡ്
ടു NI ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 2002 അമെൻഡ്മെൻറ്റ്. So new chapter, sessions added 138 to 145. അത് ഏത് വർഷം ആഡ് ചെയ്തത്? NI ആക്ട് 2002 ഭേദഗതി 2002 അമേൻഡ് പ്രകാരം വന്ന സെഷനാണ് 138 to 141 എന്നുള്ളത്. ഇതിൽ 138 ഏത് വരിക? ഒഫൻസ്, ഡിസോണർ ഓഫ് ചെക്ക്. ഏതെങ്കിലും കാരണവശാൽ ചെക്ക് ഡിസോണറുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകളും അനുബന്ധ കാര്യങ്ങളും 138 സെഷനിൽ പറയുന്നു. ചെക്ക് എങ്ങനെ ഡിസോർഡർ ചെയ്യും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ പോരായ്മകൾ വരും, വ്യത്യാസങ്ങൾ വരും, ഡൗൺ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ 138 ഒഫൻസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഡിസോണർ ഓഫ് എ ചെക്ക് ഇത് പണിഷബിൾ ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പണിഷബിൾ ആണ്. ആ പണിഷബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ഇയർ ഇംപ്രിസൺമെൻറ്റ്, 2 വർഷം കഠിന തടവ് പ്ലസ് ഫൈൻ. 2 വർഷം കഠിന തടവ് മിനിമം കിട്ടും. അതിനേക്കാൾ ഉപരി എന്തും കൂടി ഉണ്ടാവും? പണിഷ്മെൻറ്റ് കൂടെ, കഠിന തടവ് മാത്രമല്ല എന്നും കൂടി ഉണ്ടാവും, ഫൈനും കൂടി അടയ്ക്കേണ്ടി വരും. അത് ചെക്കിൻ്റെ എമൗണ്ടോ അല്ലെങ്കിൽ ആളുടെ ഗുഡ് വില്ലിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും കോട്ടം വന്നാൽ എമൗണ്ടോ അടയ്ക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. അപ്പോൾ ഇതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രത്യേകതയോടുകൂടി ഓർത്ത് വയ്ക്കേണ്ട ചില സെഷനുകളും ചില കൺസെപ്റ്റുകളും. ഇനി നമ്മൾ നോക്കുന്നത് RBI, ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് RBI. RBI എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക്. നമ്മുടെ രാജ്യത്തെ സെൻട്രൽ ബാങ്കാണ് RBI. സെൻട്രൽ ബാങ്ക് എന്നും ബാങ്കേഴ്സ് ബാങ്ക് എന്നും ഗവൺമെൻറ് ബാങ്ക് എന്നും അതേപോലെ നാഷണൽ കൺട്രോളിംഗ് ബാങ്ക് എന്ന രീതിയിലും എല്ലാ പേരിലും അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ച വർഷം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, 1935. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് എന്നറിയാം. ഇതിൻ്റെ ഫങ്ഷൻസ് സ്റ്റാർട്ടഡ് ഓപ്പറേഷൻ ആസ് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക്. സാധാരണ ഷെയറൊക്കെ എടുത്ത് ബാങ്കിങ് ബിസിനസ് നടത്തുന്നവരുടെ ബാങ്കായിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് ആദ്യം ആരംഭിക്കുന്നത്. പിന്നീട് ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റും ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളും റൂൾസ് റെഗുലേഷൻ നിയമങ്ങളൊക്കെയാണ് മാറ്റി എഴുതിയത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സ്റ്റാർട്ട് ചെയ്തത് ഈ പറയാവുന്ന ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബാങ്കായിട്ടാണ് അത് ഓപ്പറേഷൻസൊക്കെ ആരംഭിച്ചത് എന്നുള്ളതാണ്. പിന്നീട് അത് റീപ്ലേസ്ഡ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നീട് അത് റീപ്ലേസ് ചെയ്തു, അതിനെ പറയുന്നത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആസ് എൻ ഏജൻറ്റ് ഓഫ് ദി RBI. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറി എന്നുള്ളതാണ്. ഇതിൻ്റെ കവേർഡ് ആ സമയത്ത് അൺഡിവൈഡഡ് ഇന്ത്യ ആയിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ സമയത്ത് കവർ ചെയ്ത് അൺഡിവൈഡഡ് ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാനോ ഇന്ത്യ എന്നൊന്നും തരംതിരിച്ചിട്ടില്ല. ആ സമയത്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ്, ബ്രിട്ടീഷിൻ്റെ ഭരണമാണ്. അപ്പോൾ 1935 ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തനം ആരംഭിച്ചു എന്ന് പറയാം. അവരുടെ ആദ്യത്തെ പേര് ഇതായിരുന്നു, ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. പിന്നീടാണ് നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിലേക്ക് മാറ്റിയത് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻഡിപെൻഡൻസിന് ശേഷം, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, the government of India nationalized. ഇൻഡിപെൻഡൻസിന് ശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? നാഷണലൈസ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ RBI ആയി എന്ന് വേണമെങ്കിൽ പറയാം. 1 ജാനുവരി
January 1949 RBI functioning, state on state control and state on central bank. 1949 ഫസ്റ്റ് ജാനുവരിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ബാങ്കായി, രാജ്യത്തിൻ്റെ ബാങ്കായി, സെൻട്രൽ ബാങ്കായി എല്ലാം പ്രവർത്തനം ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ സ്ട്രീം ലൈൻ ഓഫ് കൊമേഴ്സ്യൽ ആൻഡ് അതർ കോപ്പറേറ്റീവ് ബാങ്ക്, കൊമേഴ്സ്യൽ ആൻഡ് കോപ്പ് ബാങ്ക്, നമ്മുടെ രാജ്യത്തെ കൊമേഴ്സ്യൽ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ പ്രവർത്തനങ്ങളുടെ രീതി, അതിൻ്റെ അതിർത്തി, നിയമങ്ങൾ, വ്യവസ്ഥകൾ, രൂപങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നത് ആരാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതാണ് ബാങ്കുകളുടെ തലപ്പത്തെ ബാങ്കൊക്കെ ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടാനുള്ള കാരണമെന്ന് പറയുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എനാക്റ്റഡ് 1949, ഞാൻ ഓൾറെഡി പറഞ്ഞു 1949 ആണ്. ഇവിടെ അങ്ങനെ വരുമ്പോൾ ഇവർ എന്തൊക്കെയാണ് വിളിക്കാം? റെഗുലേറ്റർ ഓഫ് ദി ബാങ്കിങ് ബിസിനസ്. നമ്മുടെ രാജ്യത്തെ ബാങ്കിങ് ബിസിനസ്സുകളുടെ റെഗുലേറ്റർ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ആസ് എ ബാങ്കർ ഓഫ് ഗവൺമെൻറ് ബാങ്കറാണ്, ബാങ്കേഴ്സ് ബാങ്കാണ്, സെൻട്രൽ ബാങ്കാണ്, സെൻട്രൽ ഓണറാണ്. അതേപോലെ ലൈസൻസ് ഫ്രം RBI ഫോർ ഡൂയിങ് ബിസിനസ്. നമ്മുടെ രാജ്യത്ത് ആർക്ക് വേണമെങ്കിലും ബാങ്കിങ് ബിസിനസ് സംവിധാനങ്ങളൊക്കെ ആരംഭിക്കാം. അങ്ങനെ ബാങ്കിങ് ബിസിനസ്സുകളും മറ്റു കാര്യങ്ങളും ആരംഭിക്കണമെങ്കിൽ അതിനുള്ള ലൈസൻസ് കൊടുക്കാനുള്ള പരിപൂർണമായ അധികാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. എങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ? അതിന് പറയുന്ന കണ്ടീഷൻസ്, റൂൾസ്, റെഗുലേഷൻസ്, വീക്കിലി റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്ത് അതിനുശേഷം മാത്രമേ ഒരു ബാങ്കിങ് ബിസിനസ് ആരംഭിക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ബിസിനസ്സൊക്കെ ആരംഭിക്കാം, ഫിനാൻഷ്യൽ ബിസിനസ് ആരംഭിക്കാം, കയറലൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ അത് ബാങ്കിങ് ബിസിനസ്സിലേക്ക് മാറണമെങ്കിൽ അവർ പറയുന്ന റൂൾസ്, റെഗുലേഷൻ, സ്റ്റിപ്പുലേറ്റഡ് ആയ കണ്ടീഷൻസ്, ദെൻ അതിനേക്കാൾ ഉപരി വീക്കിലി റിപ്പോർട്ടും അതിനനുബന്ധമായ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് നടക്കുകയുള്ളൂ. പെർമിറ്റ് ടു ഓപ്പൺ ന്യൂ ബ്രാഞ്ച്, പുതിയ ബ്രാഞ്ചുകൾ ആരംഭിക്കണമെങ്കിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസും അതിനനുബന്ധമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും വ്യവസ്ഥകളൊക്കെ നമ്മൾ നോക്കേണ്ടി വരും എന്നുള്ളതാണ്. RBI എസ്റ്റാബ്ലിഷ്ഡ് 1926 ആസ് പെർ റെക്കമെൻഡേഷൻ ഓഫ് ഹിൽട്ടൺ യങ് കമ്മിറ്റി. RBI ഉണ്ടാക്കുന്നതിന് വേണ്ടി 1926 ഒരു കമ്മിറ്റിയെ നിയമിച്ചു. 1926 a committee appointed by British government, ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച ഒരു കമ്മിറ്റി. 1926 ആ കമ്മിറ്റി വന്നത്. ആ കമ്മിറ്റിയുടെ തലപ്പത്തിരുന്ന വ്യക്തിയുടെ പേര് ഹിൽട്ടൺ യങ് കമ്മിറ്റിയാണ് ഈ പറയുന്ന 1926 എന്തുണ്ടായത്? ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ബാങ്കിങ് ബിസിനസ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റി പിന്നീട് അറിയപ്പെട്ടത് കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നാണ്. പിന്നീട് അവർ അറിയപ്പെട്ടത് കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നുള്ള രീതിയിലാണ്. ആ കമ്മീഷൻ നിയമിച്ചത് 1926. ആ കമ്മീഷൻ്റെ തലപ്പത്തിരുന്ന വ്യക്തിയുടെ പേര് ഹിൽട്ടൺ യങ് കമ്മിറ്റി. അവരാണ് രാജ്യത്ത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബേസിസിൽ ബാങ്കിങ് ബിസിനസ്സും ബാങ്കുകളും മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കണമെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ RBI ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1934. RBI ആക്ട് 1934 സെപ്റ്റംബറിലാണ്. ആക്ട് പാസ്ഡ് ഇൻ സെപ്റ്റംബർ 1934. ഫങ്ഷനിങ്, ഇതിലാണ് ആക്ട് പാസ്സായത്. RBI ആക്ട് പാസ്ഡ് സെപ്റ്റംബർ 1934. ഫങ്ഷനിങ്, ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചത് 1/4/1935. The RBI start functioning 1/4/1935. അപ്പോൾ RBI സ്ഥാപിച്ച വർഷം എന്ന് പറഞ്ഞാൽ 34-35 വരെ, സാധാരണ നമ്മൾ 35 ആരംഭിക്കാറ്.
ഇതിൻ്റെ ഇനീഷ്യൽ ക്യാപിറ്റൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 കോടിയാണ്. 5 കോടിയാണ് ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സ്റ്റാർട്ടഡ് ആസ് എ ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക്. മറ്റു ബാങ്കുകളുടെ പോലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബാങ്കായിട്ടാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക്. ഓക്കെ, യെസ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ചത് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആസ് എ ഫങ്ഷനിങ് സ്റ്റാർട്ടഡ് ആസ് എ ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആരംഭം 1/4/1935. അന്ന് ആരംഭിക്കുമ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ഏകദേശം 5 കോടി രൂപയുടെ ക്യാപിറ്റൽ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 31/12/1948 വരെ അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിച്ചു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബാങ്കായിട്ട് 31/12/1948 ഈ ഡേറ്റ് വരെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബാങ്കായിട്ടാണ് RBI പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. RBI പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഫങ്ഷനിങ് ആരംഭിക്കുമ്പോൾ ജനറൽ ഓഫീസ്, നമ്മളന്ന് ഈ ബ്രിട്ടീഷുകാർ ഹെഡ് ഓഫീസ് എന്നൊന്നല്ല പറയാറ്, അന്ന് അതിൻ്റെ ജനറൽ ഓഫീസ് എന്ന് പറയുന്നത് നമുക്കറിയാം കൽക്കട്ടയാണ്. കാരണം ബ്രിട്ടീഷുകാരുടെ ഒരുവിധം ആസ്ഥാനമൊക്കെ കൽക്കട്ട ആയതുകൊണ്ട് അതിൻ്റെ ജനറൽ ഓഫീസ് 1935 സെൻട്രൽ ഓഫീസ് സ്ഥാപിക്കുന്ന 1935 കൽക്കട്ടയിലായിരുന്നു അതിൻ്റെ സെൻട്രൽ ഓഫീസ് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ ഒരുവിധം സ്ഥലങ്ങളുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് അവിടെ ആയതുകൊണ്ട് അവിടെ തന്നെയാണ് ഇവരുടെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളും ആരംഭിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നീട് 1937 മുംബൈയിലേക്ക് മാറി. 1937 ഇറ്റ് ഈസ് ഷിഫ്റ്റഡ് ടു മുംബൈ. അപ്പോൾ 37 മുംബൈയിലേക്ക് മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 4 ലോക്കൽ ബോർഡുകളുണ്ട്, അല്ലെങ്കിൽ റീജിയണൽ ഓഫീസുകൾ. ഇപ്പോൾ റീജിയണൽ ഓഫീസുകളാണ്, അന്നറിയപ്പെടുന്നത് ലോക്കൽ ബോർഡ്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേര് റീജിയണൽ ഓഫീസ്. 4 എണ്ണം ഉണ്ട്. ആ 4 എണ്ണം എന്ന് പറയുന്നത് മെട്രോ സിറ്റികളിലാണ്. ആദ്യത്തെ മെട്രോ സിറ്റി നമുക്കറിയാം മുംബൈ ആണ്. ഒന്ന് മുംബൈ, ദെൻ ഡൽഹി, ചെന്നൈ, കൽക്കട്ട. ഇതാണ് അവരുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ബോർഡുകൾ അല്ലെങ്കിൽ റീജിയണൽ ഓഫീസുകളായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അത് 4 മെട്രോ സിറ്റികളാണ്, അതുകൊണ്ട് അറിയാൻ എളുപ്പമാണ്. അതായത് മുംബൈ, ഡൽഹി, ചെന്നൈ ആൻഡ് കൊൽക്കത്ത. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് പറയേണ്ടത് ഇപ്പോൾ RBIക്ക് ഏകദേശം എല്ലാ സ്റ്റേറ്റുകളും കൂടി 19 റീജിയണൽ ഓഫീസുകൾ കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ലോക്കൽ ബോർഡ് അല്ലാതെ റീജിയണൽ ഓഫീസുകൾ എന്ന് പറയുന്നത് 19 ആണ്. നമുക്കറിയാം കേരളത്തിലെ കൊച്ചിയാണ് റീജിയണൽ ഓഫീസ് വരാറ്, പ്രത്യേകിച്ച് അറിയാം. ഫസ്റ്റ് ഗവർണർ ഓഫ് RBIയുടെ ആദ്യത്തെ ഗവർണറുടെ പേര് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കും. ഫസ്റ്റ് ഗവർണർ ഓഫ് RBI ഒസ്ബോൺ സ്മിത്ത് എന്ന് പറയുന്ന ആളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ. ഇപ്പോഴത്തെ ഗവർണറുടെ പേര് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ശക്തികാന്ത് ദാസ് ആണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ട് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. കാരണം പലവരും രഘുരാം രാജൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടാവും. പക്ഷേ ഇന്ത്യക്കാരനായ ഈ ഒബ്സോൺ സ്മിത്ത് എന്ന് പറയുന്നത് ഇന്ത്യക്കാരനല്ല. ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് CD ദേശ്മുഖ് ആണ് ഇന്ത്യക്കാരനായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണറായിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നത്. CD ദേശ്മുഖ് ട്രീഡ് ആസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഹു ബിക്കം ദ ഗവർണർ ഓഫ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയാം. പ്രസന്റ് ഗവർണർ ശക്തികാന്ത് ദാസ് ആണ്, തെറ്റരുത്. ഇനി നമുക്കറിയാം ഇപ്പോൾ റിസർവ് ബാങ്ക് ആരംഭിക്കുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബാങ്കായിട്ടാണ് ആരംഭിച്ചതെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫുള്ള് ഷെയർ ക്യാപിറ്റൽ ഓണർഷിപ്പ് ഹോൾഡ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഫുള്ളി ഹെൽഡ് ആൻഡ് ഓൺ ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. പിന്നെ ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയാണ്. അതും കൂടി നമ്മൾ തെറ്റിക്കരുത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രീറ്റഡ് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി.
അതായത് ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയ പ്രത്യേക നിയമങ്ങളെ പറയുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ട്. ആ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം രൂപീകരിച്ച് പ്രവർത്തിക്കുന്നതായതുകൊണ്ട് അതിന് നമുക്കൊരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയായിട്ട് കണക്ക് കൂട്ടാവുന്നതാണ് എന്നുള്ളതാണ്. RBIയെ ബാങ്കേഴ്സ് ബാങ്ക് എന്ന് വിളിക്കും. അതേമാതിരി RBIയെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എൻജോയിങ് ഓൾ റൈറ്റ് ടു ഇഷ്യൂ കറൻസി നോട്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് ഇന്ത്യയിലെ കറൻസി നോട്ട് ഇറക്കാനുള്ള അധികാരം എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ നോട്ട് ഇഷ്യൂവിൻ്റെ മോണോപ്പൊളി എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതേപോലെ ക്രെഡിറ്റ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യ കൺട്രോൾ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ബാങ്കുകളുടെ ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ബാങ്കിങ് ക്ലിയറൻസ് സെറ്റിൽമെൻറ്റ് ട്രാൻസ്ഫർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഫിനാൻസ് ഫെസിലിറ്റി കൊടുക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധമായ ഒരുപാട് നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തുടക്കം. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു. ഫൈക്കോ അക്കാദമി, ഫസ്റ്റ് ഫ്ലോർ, PV കോംപ്ലക്സ്, സിവിൽ ലൈൻ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 9946 999 460, 9946 999 461.